കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ. ദേശക്കാരുടെയും പൂരപ്രേമികളുടെയും ആവേശം വാനോളമുയർത്തി തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ട് നടന്നു. തൃശൂർ പൂരത്തിന് ഈ മാസം 20-ാം തീയതി കൊടിയേറും. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ബസ് കണ്ടക്ടർക്ക് നേരെ തോക്ക് ചൂണ്ടിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലുവായി എരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസ്സിലെ കണ്ടക്ടർക്ക് നേരെയാണ് തോക്ക് ചൂണ്ടിയത്. വലിയകര മടവാക്കരയിൽ കൊച്ചിൻ സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിച്ചു. പാചകവാതക വിതരണം പുനരാരംഭിച്ചു. വിഖ്യാത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ. വിശദാംശങ്ങളിലേക്ക്. KPCC ജനറൽ സെക്രട്ടറി ജോസ് വള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ പറഞ്ഞു. അത്തരം നേതാക്കൾക്ക് തെറ്റിതിരുത്തുവാനാണ് തന്റെ പോസ്റ്റെന്നും സുനിൽ ലാലൂർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പങ്കാളികളാകാത്ത നേതാക്കൾ അവരുടെ രാഷ്ട്രീയ പ്രവർത്തനം വീട്ടിലിരുന്ന് നടത്തിയാൽ മതിയെന്നും സുനിൽ ലാലൂർ പറഞ്ഞു. CC മുകുന്ദന്റെ വീട്ടിലെത്തി ജോസ് വള്ളൂർ ചർച്ച നടത്തിയതും ഡൽഹിയിൽ കൊണ്ടുപോയതും തെരഞ്ഞെടുപ്പ് വലിയ വാർത്തയായിരുന്നു. ഞാൻ അന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു കോൺട്രവേഴ്സി വേണ്ട എന്ന് മിണ്ടാതിരുന്നതാണ്. പക്ഷേ തിരുത്തേണ്ട സമയത്ത് കൃത്യമായി തിരുത്തി മനസ്സിലാക്കി പോവേണ്ട സമയമാണ് രാഷ്ട്രീയം. നമ്മുടെ നേതൃത്വം അത് ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം നേതാക്കളെ തിരിച്ചറിയേണ്ടതുണ്ട്. BJPയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്ന CC മുകുന്ദൻ്റെ മനസ്സിലാക്കാൻ കഴിയാത്ത നേതാക്കൾ അവർ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളും തിരുത്തേണ്ടതുണ്ട് എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥിയുടെ പര്യടനത്തിനോ പരിപാടിക്കോ പങ്കാളികളല്ലാത്ത നേതാക്കൾ അവരവരുടെ രാഷ്ട്രീയം വീട്ടിലിരുന്ന് നടത്തിയാൽ മതി എന്ന് ആത്മാർത്ഥത്തിൽ വിശ്വസിക്കുന്നതിനാണ്. ഇനി അങ്ങനെ തുടരട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സ്ഥാനാർത്ഥിയായിരുന്ന ആളെന്ന നിലയ്ക്ക് ഇത് മുന്നോട്ട് പോകണമെങ്കിൽ കൃത്യമായി അക്കൗണ്ടബിലിറ്റി വേണം രാഷ്ട്രീയപരമായി. അതുകൊണ്ട് ഈ CC മുകുന്ദനെ പോലുള്ള ആളുകളെ ഡൽഹി കൊണ്ടുപോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കേണ്ടിയിരുന്നു എന്ന് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയല്ല, ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയല്ല. ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് നമ്മുടെ നാളത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിന് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തകരും സഹപ്രവർത്തകർക്കുള്ള ആവേശത്തിനും അല്ലെങ്കിൽ ആത്മാർത്ഥതയ്ക്കും വേണ്ടി മാത്രമാണ് പറയുന്നത്. അതേസമയം സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തി. ഹൈക്കമാൻഡിന്റെ നിർദ്ദേശപ്രകാരമാണ് ജോസ് വള്ളൂർ CC മുകുന്ദനെ കണ്ടതും സംസാരിച്ചതും. അച്ചടക്കമുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ഉത്തരവാദിത്വമാണ് ജോസ് വള്ളൂർ നിർവഹിച്ചതെന്നും ഷൈൻ നാട്ടിക ഫേസ്ബുക്ക് പോസ്റ്റിൽ പരാമർശിച്ചു. ദേശക്കാരുടെയും പൂരപ്രേമികളുടെയും ആവേശം വാനോളമുയർത്തിയ ആർപ്പുവിളികളോടെ തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ 2 പന്തലുകളുടെ കാൽനാട്ട് കർമ്മം നടന്നു. ആദ്യം നടുവിലാലിലും തുടർന്ന് നായ്ക്കനാലിലുമായാണ് 2 പന്തലുകളുടെ കാൽനാട്ട് നടന്നത്. തിരുവമ്പാടി ദേവസ്വം മുതിർന്ന കമ്മിറ്റി അംഗം മോഹന്റെ നേതൃത്വത്തിൽ നടന്ന ഭൂമി പൂജയോടെയാണ് ഇരു പന്തലിന്റെയും കാൽനാട്ട് കർമ്മം നിർവഹിച്ചത്. തിരുവമ്പാടി ദേവസ്വം പ്രസിഡന്റ് കേണൽ PRM രവി, സെക്രട്ടറി K ഗിരീഷ് കുമാർ, വൈസ് പ്രസിഡന്റ് പ്രശാന്ത് മേനോൻ, ദേവസ്വം ഭാരവാഹികൾ, ദേശക്കാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, മേയർ ഡോക്ടർ നിജി ജസ്റ്റിൻ, ഡെപ്യൂട്ടി മേയർ A പ്രസാദ്, കൗൺസിലർമാർ, മുൻമന്ത്രി VS സുനിൽകുമാർ, തൃശൂർ നിയോജക മണ്ഡലം LDF സ്ഥാനാർത്ഥി ആലങ്കോട് ലീലാകൃഷ്ണൻ,
UDF സ്ഥാനാർത്ഥി രാജൻ ജെ പല്ലൻ, UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, BJP നേതാവ് MS സമ്പൂർണ്ണ തുടങ്ങിയവർ സന്നിഹിതരായി. ചെറുതുരുത്തി ആരാധന പന്തൽ വർക്ക്സ് ഉടമ സൈതലവയാണ് നടുവിലാൽ പന്തലിന്റെ നിർമ്മാണ ചുമതല ഏറ്റിട്ടുള്ളത്. 110 അടി ഉയരത്തിൽ 4 നിലകളിലായി 45 അടി നീളത്തിലും 45 അടി വീതിയിലുമാണ് ക്ഷേത്ര മാതൃകയിൽ LED ദീപാലങ്കാര വിസ്മയങ്ങളോടെ നടുവിലാൽ പന്തൽ നിർമ്മിക്കുന്നത്. പള്ളത്ത് മണികണ്ഠൻ ചേറൂരിനാണ് നായ്ക്കനാൽ പന്തലിന്റെ നിർമ്മാണ ചുമതല. 85 അടി ഉയരത്തിൽ 4 നിലകളിലായി 26 അടി നീളവും 26 അടി വീതിയിലുമായാണ് LED ദീപാലങ്കാര പ്രഭയിൽ നായ്ക്കനാൽ പന്തൽ ഒരുക്കുന്നത്. ഈ മാസം 26-നാണ് തൃശൂർ പൂരം. TCV തൃശൂർ. തൃശൂർ നഗരത്തിൽ ബസ് കണ്ടക്ടർക്കെതിരെ യുവാവ് തോക്ക് ചൂണ്ടി. വടക്കേ ബസ് സ്റ്റാൻഡിൽ വെച്ചാണ് സംഭവം. മദ്യലഹരിയിലായ യുവാവ് നെല്ലുവായി എരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസ്സിലെ കണ്ടക്ടർക്ക് നേരെ എയർഗൺ ചൂണ്ടിയതിനെ തുടർന്ന് ബസ് ജീവനക്കാർ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു. ടൗൺ ഈസ്റ്റ് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ കസ്റ്റഡിയിലെടുത്തു. യുവാവ് മദ്യലഹരിയിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പാലിയേക്കര മടവാക്കരയിൽ കൊച്ചിൻ സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിച്ചു. പാചകവാതക വിതരണം പുനരാരംഭിച്ചു. പൈപ്പിൽ ഒടിഞ്ഞിരുന്ന ഡ്രില്ലിന്റെ ഭാഗം നീക്കിയതിനു ശേഷം ക്ലാമ്പ് വെൽഡ് ചെയ്താണ് ചോർച്ചയടച്ചത്. ഇതിനായി 9 മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്ത ഭാഗം നികത്തി പൂർവ്വസ്ഥിതിയിലാക്കുന്ന ജോലികൾ പൂർത്തിയായി വരുന്നു. ചോർച്ച കണ്ടെത്തിയ പൈപ്പിൽ നിന്ന് വെള്ളം പുറത്തേക്ക് തള്ളുന്നതും മണ്ണ് നീക്കിയപ്പോഴുണ്ടായ ഉറവ് വെള്ളവുമാണ് ചോർച്ചയടയ്ക്കാൻ പ്രധാന തടസ്സമായിരുന്നത്. മണലിപ്പുഴയോട് ചേർന്ന പ്രദേശമായതിനാൽ 6 മീറ്റർ താഴ്ത്തിയപ്പോഴേക്കും വലിയ അളവിൽ വെള്ളം കുഴിയിൽ നിറയുകയായിരുന്നു. തുടർന്ന് വെള്ളം പമ്പ് ചെയ്ത് കളയുകയായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. രക്ഷാപ്രവർത്തനത്തിനിടെ വീണ്ടും പാചകവാതക ചോർച്ചയുണ്ടായതും ചോർച്ച പരിഹരിക്കുന്നതിന് തടസ്സമായി. മടവാക്കരയിൽ കഴിഞ്ഞ മാർച്ച് 18-ാം തീയതിയായിരുന്നു LPG പൈപ്പ് ലൈനിൽ ചോർച്ചയുണ്ടായത്. ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ഹൃദയാഘാതം സംഭവിച്ചതിനെ തുടർന്ന് മുതിർന്ന പിന്നണി ഗായിക ആശാ ഭോസ്ലെയെ കഴിഞ്ഞ ദിവസമാണ് മുംബൈയിലെ ബ്രീച്ച് കാൻഡി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭയാണ്. 21 ഭാഷകളിലായി 12,000-ലധികം ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. സഹോദരി ലതാ മങ്കേഷ്കറിനോടൊപ്പം 50-ലേറെ ഗാനങ്ങൾ പാടിയിട്ടുണ്ട്. ദശാബ്ദങ്ങൾ നീണ്ടു നിൽക്കുന്ന ആശാ ഭോസ്ലെയുടെ സംഗീത ജീവിതം വൈവിധ്യങ്ങൾ നിറഞ്ഞതാണ്. OP നയ്യാറുമായുള്ള കൂട്ടുകെട്ടിൽ പിറന്ന ആവോ ഹുസൂർ തുംകോ, RD ബർമനോടൊപ്പമുള്ള ചുരാലിയ ഹേ തുംനെ ജോ ദിൽ കോ തുടങ്ങിയ ഗാനങ്ങൾ ഇന്നും സംഗീത പ്രേമികൾക്കിടയിൽ സുപരിചിതമാണ്. ഇന്ത്യൻ ചലച്ചിത്ര സംഗീത ലോകത്തെ വിസ്മയിപ്പിച്ച അതുല്യ ഗായിക ആശാ ഭോസ്ലെ മലയാളത്തിലും ഒരു ഗാനം പാടിയിട്ടുണ്ട്. മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറും ജയഭാരതിയും വെള്ളിത്തിരയിൽ നിറഞ്ഞാടിയ സുജാത എന്ന ചിത്രത്തിലാണ് ആശാ ഭോസ്ലെ പാടിയത്. 1977-ൽ പുറത്തിറങ്ങിയ ഈ ചിത്രത്തിലെ സ്വയംവര ശുഭദിന മംഗളങ്ങൾ എന്ന ഗാനം പ്രശസ്ത സംഗീത സംവിധായകൻ രവീന്ദ്ര ജെയിൻ ഒരുക്കിയ മനോഹരമായ ഈണത്തിന് മങ്കുമ്പ് ഗോപാലകൃഷ്ണനാണ് വരികൾ കുറിച്ചത്. ആശാ ഭോസ്ലെയുടെ ആലാപനത്തിലെ വൈവിധ്യവും ഭാവസാന്ദ്രതയും ഈ ഗാനത്തെ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച പ്രണയഗാനങ്ങളിൽ ഒന്നാക്കി മാറ്റി. ന്യൂസ് ഡെസ്ക് TCV. ചേലക്കര അന്തിമഹാകാളങ്കാവിൽ കതിന പൊട്ടിത്തെറിച്ച് പരിക്കേറ്റ വയോധികൻ മരിച്ചു. ചേലക്കര സ്വദേശി പൊന്നേടത്ത് വീട്ടിൽ 72 വയസ്സുള്ള വേണുഗോപാലാണ് മരിച്ചത്. ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ വെടിവഴിപാടിനായി കതിന നിറയ്ക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. എറണാകുളം മെഡിക്കൽ സെന്ററിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ ഊട്ടുപുരയ്ക്ക് സമീപത്തായിരുന്നു സംഭവം. കതിന പൊട്ടിത്തെറിക്കുന്നതിനിടെ തെറിച്ചു വീണ തീപ്പൊരി സമീപമിരുന്ന കരിമരുന്നിലേക്കും വേണുഗോപാലിന്റെ വസ്ത്രത്തിലേക്കും പടരുകയായിരുന്നു. മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനെ തുടർന്ന് ക്ഷേത്ര ഭാരവാഹികൾക്കും ലൈസൻസിക്കുമെതിരെ ചേലക്കര പോലീസ് കേസെടുത്തു. ഇനിയൊരു ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുക്കുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. അഭിനയിക്കുമ്പോഴെങ്കിലും കുറച്ച് നാച്ചുറൽ ആയിട്ട് അഭിനയിക്കടാ. ഓ ഈ സാറന്നെ ഫുള്ള് നാച്ചുറലാ? ആടാ ഫുള്ളി നാച്ചുറൽ. ഹരിത പേസ്റ്റ് നാച്ചുറൽ, ഹരിത സോപ്പ് ഇതും നാച്ചുറൽ, ഇത് ലതിക പേസ്റ്റ്, ഹരിത നാച്ചുറൽ ഹെയർ ഓയിൽ അപ്പക്കുട്ടനുണ്ട്, ഹരിത നാച്ചുറൽ ഹെയർ ഡൈ. ഹരിതയുള്ള കേരളം, ഹരിത കേരളം, ശരിക്കും നാച്ചുറൽ. പുലർക്കാലേ പാടി കുഴലൂരേ കിളുച്ചിലേ എന്നു കിളുങ്ങും കാഞ്ചന ചിലമ്പിട്ടോടിവ കണി കാണാ മലർമാതിൻ കാന്തൻ വസുദേവാത്മജൻ പുലർക്കാലേ പാടി കുഴലൂരേ കിളുച്ചിലേ എന്നു കിളുങ്ങും. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്നും. SG Golden Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. Key OTT, 32 OTT platforms and all the live contents in single app. Subscribe now. Key OTT, one platform, 32 OTTs. തിരികെ വാർത്തകളിലേക്ക്. നടിയെ ആക്രമിച്ച കേസിൽ വിധി പറഞ്ഞ ഹണി എം വർഗീസിനെ ഹൈക്കോടതി ജഡ്ജിയാക്കാൻ ശുപാർശ. നിലവിൽ ആലപ്പുഴ ജില്ലാ ജഡ്ജിയായ ഹണി എം വർഗീസ് തൃശൂർ സ്വദേശിനിയാണ്. സുപ്രീംകോടതി കൊളീജിയം ഉടൻ ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കും. നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിന്റെ വിചാരണ നീണ്ടുപോയതിനാൽ 9 വർഷത്തോളം തുടർച്ചയായി ഹണി എം വർഗീസിന് എറണാകുളത്ത് സേവനം ചെയ്യേണ്ടി വന്നിരുന്നു. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിലെ ദീപസ്തംഭവും താൽക്കാലിക കവാടവും ചെളി തേച്ച് നശിപ്പിച്ചതിൽ അന്വേഷണം ഊർജിതം. വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി പരിശോധന നടത്തിയെങ്കിലും കാര്യമായ തെളിവുകളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ സമീപ പ്രദേശങ്ങളിൽ നടന്ന മോഷണ കേസുകളിലെ പ്രതികളെയും സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയവരെയും പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട്. എത്രയും വേഗം പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഭവത്തിൽ പ്രതിഷേധിച്ച് വിവിധ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്നും ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലേക്ക് പ്രതിഷേധ നാമജപയാത്ര സംഘടിപ്പിച്ചിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് ഡിവൈഎസ്പി സലീഷൻ ശങ്കരൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. ശ്രീശങ്കര ജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ തെക്കേമഠം ലക്ഷ്മി മണ്ഡപത്തിൽ ശ്രീശങ്കര വിചാരണ സദസ്സ് സംഘടിപ്പിച്ചു. മുൻ DGP ഡോക്ടർ ജേക്കബ് തോമസ് വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ MB നടേശൻ മോഡറേറ്ററായി. ജോഷി ബ്ലാങ്ങാട്, ഡോക്ടർ അനിൽ നാരായണൻ, ഡോക്ടർ ജെനി റാഫേൽ തുടങ്ങിയവർ സംസാരിച്ചു. കണ്ണൂർ ഡെന്റൽ കോളേജിലെ 1ാം വർഷ BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിനിടയാക്കിയവരെ മാതൃകാപരമായി ശിക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ ദളിത് സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടന്ന പ്രതിഷേധ യോഗം ദളിത് സംരക്ഷണ സമിതി നേതാവ് TK ബാബു ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് പ്രദീപ് ചാലക്കുടി, KG വിനോദ്, CS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇനി വിഷു കാഴ്ചകളാണ്. കണി കാണും നേരം. വിഷു ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ നാടും നഗരവും ഒരുങ്ങി. കണിക്കൊന്നകൾക്കും കോടിമുണ്ടുകൾക്കുമൊപ്പം വിഷുവിനെ വരവേൽക്കാൻ പടക്ക വിപണിയും സജീവമാണ്. പടക്ക വിൽപ്പനശാലകളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വർണ്ണങ്ങൾ വാരി വിതറുന്ന മത്താപ്പും കമ്പിത്തിരിയും നിലച്ചക്രങ്ങളും മുതൽ ആകാശത്ത് വിസ്മയം തീർക്കുന്ന വലിയ ഫാൻസി പടക്കങ്ങൾ വരെ വിപണിയിൽ സുലഭമാണ്. ഓരോ വർഷവും പുതിയ ഇനങ്ങളാണ് പടക്ക വിപണിയിലെത്തുന്നത്. ബട്ടർഫ്ലൈ, പീകോക്ക്, ഡ്രോൺ, ഹെലികോപ്റ്റർ, യമു-എഗ്, ഫ്ലവർ സാറൻ, സ്കൈ ചക്രം, ഗിറ്റാർ, ഫോട്ടോ ഫ്ലാഷ്, 75 സെന്റിമീറ്റർ കമ്പിത്തിരി തുടങ്ങി വ്യത്യസ്തങ്ങളായ ഫാൻസി ഇനങ്ങൾ ഇക്കുറി വിപണിയെ വർണ്ണശബളമാക്കുന്നു. ബട്ടർഫ്ലൈ എന്ന് പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈ പോലെ തന്നെ വിരിയണ അങ്ങനത്തെ വെറൈറ്റി സാധനങ്ങളാ ഇതിൽ എല്ലാ ടൈപ്പും വരുന്നുണ്ട്. വേറെ എവിടെയും കാണാത്ത ടൈപ്പ് വെറൈറ്റി സാധനങ്ങൾ ഇവിടെ കിട്ടാനുണ്ട്. പീകോക്ക് എന്ന് പറയുമ്പോൾ മയില് പീലി വിടർത്തുന്ന പോലെ തന്നെ ഇതിൽ വിരിഞ്ഞ് കിട്ടും അങ്ങനത്തെ. പിന്നെ ഡ്രോൺ എന്ന് പറയുന്ന സാധാരണ നമ്മൾ ഡ്രോൺ പോണ പോലെ തന്നെ പടക്കം മേലേക്ക് പോണ അങ്ങനത്തെ ഒരു ടൈപ്പാ.
ഹെലികോപ്റ്റർ എന്ന് പറയുമ്പോൾ 6 ആയിട്ട് കറങ്ങി പോണ ടൈപ്പ്. അതിനൊക്കെ പല വെറൈറ്റീസ് ഇവിടെ കിട്ടാനുണ്ട്. പിന്നെ വലിയ വലിയ കമ്പിത്തിരികൾ, അതായത് 100 സെന്റിമീറ്റർ 75 സെന്റിമീറ്റർ ഉള്ള അങ്ങനത്തെ വെറൈറ്റീസ്. വലിയ ശബ്ദമുണ്ടാക്കുന്ന പടക്കങ്ങളെക്കാൾ ഉപരി വർണ്ണവിസ്മയങ്ങൾ തീർക്കുന്ന സുരക്ഷിതമായ ഫാൻസി ഇനങ്ങൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. സുരക്ഷാ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടാണ് വിൽപ്പനശാലകളിൽ കച്ചവടം പൊടിപൊടിക്കുന്നത്. വിഷുദിനം അടുക്കുംതോറും തിരക്ക് ഇനിയും വർദ്ധിക്കുമെന്നാണ് വിൽപ്പനക്കാരുടെ പ്രതീക്ഷ. വിഷുവിന്റെ വരവറിയിച്ച് വിപണി സജീവമാകുമ്പോൾ സുരക്ഷിതവും വർണ്ണപ്പകിട്ടാർന്നതുമായ ആഘോഷത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് നാട്. TCV കൊടുങ്ങല്ലൂർ. മറ്റു വാർത്തകളിലേക്ക്. ആലപ്പാട് സ്വർഗനഗർ ബസ് സ്റ്റോപ്പിന് സമീപം ഓട്ടോറിക്ഷയിടിച്ച് സ്കൂട്ടർ യാത്രികയായ യുവതിക്ക് പരിക്കേറ്റു. പുത്തൻപിടിക സ്വദേശി അരിമ്പൂർ മൂക്കൻ ജിമ്മിയുടെ ഭാര്യ ജാൻസിക്കാണ് പരിക്കേറ്റത്. ഭർത്താവുമൊത്ത് സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോൾ അമിത വേഗതയിൽ വന്ന ഓട്ടോറിക്ഷ സ്കൂട്ടറിനെ ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിച്ച ഓട്ടോറിക്ഷ നിർത്താതെ പോയി പരിക്കേറ്റ യുവതിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീണ്ടും ഒരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. കണിക്കൊന്നയും കണിവെള്ളരിയും ഒരുക്കി ഒരു വിഷുദിനം കൂടി വരവായി. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ വിഷുദിനാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. Tulips, every beauty solution under a single umbrella. ഹായ്, വിഷു ഒക്കെ അല്ലേ വരുന്നത്. നമ്മുടെ ടുലിപ്സിൽ പുതിയ കുറെ ഓഫേഴ്സ് വന്നിട്ടുണ്ട്. ഏതൊക്കെയാണല്ലേ? ടുലിപ്സിൽ വന്ന് ഏത് ഹെയർ സ്പാ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആയിരിക്കും. അത് മാത്രമല്ല, പെഡിക്യൂർ വിത്ത് മാനിക്യൂർ ചെയ്ത് കഴിഞ്ഞാലും ഡീറ്റാൻ പാക്ക് ഫ്രീ ആയിരിക്കും. അപ്പൊ ഈ ഓഫേഴ്സ് ആരും മിസ്സാക്കണ്ട. എത്രയും പെട്ടെന്ന് ടുലിപ്സിലേക്ക് വന്നോളൂ. Tulips, every beauty solution under a single umbrella. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SJ Gold and Diamonds, SG Tower, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. നേടൂ 100 EV സ്കൂട്ടറുകൾ, ബമ്പർ സമ്മാനമായി EV കാർ, മറ്റനവധി സമ്മാനങ്ങളും. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ, അല്ലെങ്കിൽ റിന്യൂ ചെയ്യൂ. നേടൂ നിരവധി ആകർഷകമായ സമ്മാനങ്ങൾ. കേരള വിഷൻ ബ്രോഡ്ബാൻഡ് കണക്ട് ആൻഡ് വിൻ. വാർത്തകളിലേക്ക്. ജന്മദിനത്തിൽ ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനായി തൃശൂർ സ്വരാജ് റൗണ്ടിൽ തുടർച്ചയായി 12 മണിക്കൂർ ഓടി പനമുക്ക് സ്വദേശി PS സുകുന്ദൻ ശ്രദ്ധേയനായി. ശനിയാഴ്ച രാത്രി 8 മണി മുതൽ ഞായറാഴ്ച രാവിലെ 8 മണി വരെ നീണ്ട 12 മണിക്കൂർ മാരത്തോൺ ഓട്ടത്തിലൂടെയാണ് യുവാവ് ലഹരിവിരുദ്ധ സന്ദേശം പ്രചരിപ്പിക്കാനായി ജന്മദിനാഘോഷം വേറിട്ടതാക്കിയത്. സുകുന്ദൻ അംഗമായ എൻഡ്യൂറൻസ് അത്ലറ്റ്സ് ഓഫ് തൃശൂർ എന്ന സംഘടനയിലെ സഹപ്രവർത്തകർ പിന്തുണയുമായി ഒപ്പമുണ്ടായിരുന്നു. ദീർഘദൂര മാരത്തോൺ മത്സരങ്ങളിൽ പങ്കെടുക്കാറുള്ള സുകുന്ദൻ തന്റെ കായികക്ഷമത നാടിന് നന്മയേകുന്ന ഒരു കാര്യത്തിനായി വിനിയോഗിക്കണമെന്ന് തീരുമാനിച്ചാണ് ഈ ദൗത്യം ഏറ്റെടുത്തത്. ഞായറാഴ്ച രാവിലെ 8 മണിയോടെ ഓട്ടം അവസാനിപ്പിച്ച സുകുന്ദന് ഭാര്യ ഡല്ലയും എൻഡ്യൂറൻസ് അത്ലറ്റിക് ക്ലബിലെ സുഹൃത്തുക്കളും ചേർന്ന് സ്വീകരണം നൽകി. കനോലി കനാലിൽ കല്ലുമ്മക്കായി നിക്ഷേപിച്ച് വിളവെടുത്ത് ഉപജീവനം കഴിക്കുകയാണ് മണലൂർ പാലാഴി സ്വദേശികളായ ദമ്പതികൾ. പാലാഴി കൂനത്ത് അജയഘോഷും ഭാര്യ ഉഷയുമാണ് വീടിന് സമീപമുള്ള കനോലി കനാലിലെ ഉപ്പുവെള്ളത്തിൽ കല്ലുമ്മക്കായ കൃഷിയിലൂടെ വിജയഗാഥ രചിക്കുന്നത്. കാസർഗോഡ് നിന്ന് കല്ലുമ്മക്കായകളുടെ വിത്ത് നിറച്ചുകൊണ്ടുവരുന്ന കയറുകൾ കനോലി കനാലിൽ ഒഴുക്കിനെയോ മറ്റ് ആവാസ വ്യവസ്ഥകളെയോ ബാധിക്കാത്ത രീതിയിൽ സ്ഥാപിച്ചാണ് കല്ലുമ്മക്കായ കൃഷി ചെയ്യുന്നത്. 2025 ഇവർ പരീക്ഷണമെന്നോണം കാസർഗോഡ് നിന്ന് 150 റോപ്പ് വാങ്ങി കനാലിൽ ഉപ്പുവെള്ളത്തിൽ പരീക്ഷിച്ചത്. വർഷത്തിൽ ഒരു തവണയാണ് വിളവെടുക്കുക. പുഴയിൽ ഉപ്പുവെള്ളം നിറയുന്ന സീസണിലാണ് വിളവിറക്കേണ്ടത്. മഴ പെയ്ത് ശുദ്ധജലം നിറയും മുൻപേ വിളവെടുക്കും. വിവിധ ജില്ലകളിലേക്ക് എത്തിച്ചാണ് ഇവർ വിപണി കണ്ടെത്തുന്നത്. തൊണ്ട് കളയാതെയുള്ള കല്ലുമ്മക്കായ കിലോ 200 രൂപയും തൊണ്ട് കളഞ്ഞ് മാംസം മാത്രമായത് കിലോയ്ക്ക് 1250 രൂപയുമാണ് വില. ഈ വർഷം 500 റോപ്പുകളിൽ വിത്തിറക്കിയതിൽ വിളവെടുപ്പ് തുടങ്ങി. കാസർഗോഡ് നിന്നാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 500 എണ്ണം ഉണ്ട്. അത് ഓരോ റോപ്പുകളായിട്ട് തന്നെ കെട്ടി ഞാത്തിയിട്ടിരിക്കുന്നത്.
ഡിസംബറിൽ കൊണ്ടുവന്ന് ഇപ്പോൾ അങ്ങനെ ഒരു കൊലയിൽ ഇപ്പോൾ 7 കിലോ 6 കിലോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടാവും. അത് ഞങ്ങൾ ക്ലീൻ ചെയ്ത് അങ്ങനോടെയും കൊടുക്കും. കുറച്ച് പണിയുണ്ട്. വൃത്തിയാക്കി പുഴുങ്ങി പാക്ക് ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ കോട്ടയത്തേക്കൊക്കെ പറഞ്ഞ് കൊട്ടയക്കുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ അടുത്ത വീട് അടുത്ത അകലങ്ങളിൽ സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് വാങ്ങിച്ചുകൊണ്ടുണ്ട്. വിളവെടുക്കുന്ന കല്ലുമ്മക്കായയുടെ തൊണ്ട് പൊളിച്ച് മാംസമെടുക്കുന്നത് ശ്രമകരമായ ജോലിയാണ്. കല്ലുമ്മക്കായ പുഴുങ്ങി ചൂടാറും മുൻപേ തൊണ്ടെടുത്തിട്ടാണ് മാംസം പാക്കറ്റുകളിലാക്കുക. പാക്കറ്റിലാക്കുന്ന മാംസം ഫ്രീസറിൽ സൂക്ഷിച്ച് ആവശ്യക്കാർക്ക് വിൽപ്പന നടത്തുന്നതാണ് പതിവ് രീതി. TCV തൃശൂർ. തൃശൂർ കോർപ്പറേഷൻ CDS2 കുടുംബശ്രീയുടെ വിഷുചന്ത തൃശൂർ കോർപ്പറേഷൻ മുൻപിൽ ആരംഭിച്ചു. വിഷുചന്തയുടെ ആദ്യ വിൽപ്പന CDS2 ചെയർപേഴ്സൺ ജിഷ സന്തോഷ്, CDSന്റെ ചെയർപേഴ്സൺ ഷീജ സുരേഷിന് നൽകി നിർവഹിച്ചു. ഗുരുവായൂർ ദേവസ്വം നെന്മിനി ബലരാമ ക്ഷേത്രത്തിലെ ബലരാമ ജയന്തിയോടനുബന്ധിച്ചുള്ള ആഘോഷങ്ങൾക്ക് തുടക്കമായി. രാവിലെ നടന്ന കാഴ്ച ശിവേലിക്ക് ഇരിങ്ങപ്പുറം ബാബു മേളപ്രമാണം നിർവഹിച്ചു. ഈ മാസം 19-ാം തീയതി ബലരാമ ജയന്തി വിപുലമായി ആഘോഷിക്കുമെന്ന് സെക്രട്ടറി AV പ്രശാന്ത്, പ്രസിഡന്റ് P പുരുഷോത്തമ പണിക്കർ എന്നിവർ അറിയിച്ചു. കന്നി വോട്ടർമാർക്ക് മധുരം നൽകി ചളിങ്ങാട് മണ്ണുങ്ങൽ ഗ്രാമം. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കയ്പമംഗലം പഞ്ചായത്തിലെ മണ്ണുങ്ങൽ വാർഡിലെ കന്നി വോട്ടർമാർക്ക് മധുരം നൽകി ഇലക്ഷൻ കമ്മീഷൻ കന്നി വോട്ടർമാർക്ക് ഹൽവ പ്രഖ്യാപിച്ചിരുന്നു. ഇതേ തുടർന്നാണ് വാർഡ് മെമ്പർ സൈനുദ്ദീനും വാർഡിലെ വികസന സമിതി അംഗങ്ങളും ചേർന്ന് മധുരം നൽകാൻ തീരുമാനിച്ചത്. വാർഡിലെ 50ഓളം കന്നി വോട്ടർമാർക്കാണ് മധുരം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഫാത്തിമ അനസ് ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ PM സൈനുദ്ദീൻ, വികസന സമിതി അംഗങ്ങളായ TA അഹമ്മദ്, നൂറുദ്ദീൻ, അനസ്കായി, റസൽ, ഷംസുദ്ദീൻ, ഷറഫുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. SYS നടത്തുന്ന ജലസംരക്ഷണ ക്യാമ്പയിന്റെ ജില്ലാതല ഉദ്ഘാടനം തൃശൂരിൽ നടന്നു. കൊക്കാലെ ഖലീഫ സെന്ററിൽ നടന്ന പരിപാടി ശരത് കേരളീയം ഉദ്ഘാടനം ചെയ്തു. SYS ജില്ലാ പ്രസിഡന്റ് ബഷീർ അഷ്റഫി അധ്യക്ഷത വഹിച്ചു. SYS ജില്ലാ ജനറൽ സെക്രട്ടറി KB ബഷീർ വിഷയാവതരണം നടത്തി. ഭൂഗർഭജലം എടുക്കുന്നത് സംബന്ധിച്ച് ശാസ്ത്രീയ പഠനങ്ങൾ നടത്തി നിയന്ത്രണം കൊണ്ടുവരാൻ സർക്കാർ മുന്നോട്ട് വരണമെന്ന് SYS തൃശൂർ ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു. ജപ്പാൻ ഷോട്ടോകാൻ കരാത്തെ അസോസിയേഷൻ ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച 48ാമത് അന്താരാഷ്ട്ര കരാത്തെ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. തൃശൂർ പുഴയ്ക്കൽ ടെന്നീസ് ട്രസ്റ്റ് അക്കാദമിയിൽ നടന്ന കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 1000ഓളം കായിക താരങ്ങൾ മാറ്റുരച്ചു. സമാപന സമ്മേളനത്തിൽ ശ്രീലങ്കൻ കരാത്തെ പ്രസിഡന്റ് HM ശിശിരകുമാര മുഖ്യാതിഥിയായി. കേരള കരാത്തെ അസോസിയേഷൻ പ്രസിഡന്റ് P രാംദയാൽ, ഇന്ത്യൻ ചീഫ് ഇൻസ്പെക്ടർ PK ഗോപാലകൃഷ്ണൻ, കേരള ചീഫ് വിനോദ്, മാത്യു വയല, KJ തോമസ്, MP മുനവർ തുടങ്ങിയവർ പങ്കെടുത്തു. തൃശൂർ പുല്ലടിയിൽ കണിവെള്ളരിയുടെ വിളവെടുപ്പ് നടന്നു. ഡെപ്യൂട്ടി മേയർ A പ്രസാദ് വിളവെടുപ്പ് നിർവഹിച്ചു. ഡിവിഷൻ കൌൺസിലർ സുനിത വിനു, മുൻ കൌൺസിലർ K രാമനാഥൻ, K സുരേഷ്, ലീലാകരൻ, സുഭാഷ് എന്നിവർ പങ്കെടുത്തു. വിഷുവിനോടനുബന്ധിച്ച് ആലാട്ട് ചന്ദ്രൻ പുല്ലടി കോൾപ്പാടത്ത് കൃഷി ചെയ്ത കണിവെള്ളരിയുടെ വിളവെടുപ്പാണ് നടന്നത്. വാണിജ്യം. ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പിന്റെ ലോൺ വിഭാഗം ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നീ മാസങ്ങളിൽ 25 കോടിയിലധികം നേട്ടം കൈവരിച്ചതിന്റെ ഭാഗമായി വാർഷിക ജനറൽ മീറ്റിംഗും ആഘോഷവും തൃശൂർ പേൾ റീജൻസിയിൽ സംഘടിപ്പിച്ചു. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലെ മുൻ ഡെപ്യൂട്ടി ജനറൽ മാനേജർ പ്രസന്ന രാജു കൊട്ടേക്കാട് വിശിഷ്ടാതിഥിയായി. സ്ഥാപകൻ രാജേഷ് PR, ഭാര്യ സജിമോൾ രാജേഷ്, ഡയറക്ടർമാരായ ചിന്നമ്മ വിൻസെന്റ്, കവിത, കാർത്തിക എന്നിവർ ഉൾപ്പെടെ കമ്പനിയുടെയും വിവിധ വിഭാഗങ്ങളിലെയും ഉന്നത ഉദ്യോഗസ്ഥരും ചടങ്ങിൽ പങ്കെടുത്തു. 55-ൽ പരം ശാഖകളിൽ നിന്നായി 300-ൽ അധികം ജീവനക്കാരാണ് പങ്കാളികളായത്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ജീവനക്കാരെ ട്രോഫികളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു. കേരളം, തമിഴ്നാട്, കർണാടക സംസ്ഥാന
സംസ്ഥാനങ്ങളിലായി 55-ൽ പരം ശാഖകളും 750-ൽ പരം ജീവനക്കാരുമായി 1000 കോടി രൂപയുടെ ടേൺ ഓവർ സ്വന്തമാക്കിയ സ്ഥാപനമാണ് ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്. അടുത്ത 5 വർഷത്തിനകം രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും ശാഖകൾ വ്യാപിപ്പിക്കുകയാണ് ലക്ഷ്യമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. ഫ്യൂച്ചർ വെൽത്ത് ഇന്റഗ്രേറ്റഡ് ഫൗണ്ടേഷൻ മുഖേന നടത്തുന്ന സാമൂഹിക പ്രവർത്തനങ്ങളും ശ്രദ്ധേയമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. തൊഴിലാളികളും ഡയറക്ടർ ബോർഡും തമ്മിലുള്ള ഏകോപിത പ്രവർത്തനങ്ങളാണ് സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്ക് കാരണമെന്ന് അധികൃതർ പറഞ്ഞു. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 14,010 രൂപ, പവന് 1,12,80 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡൻ ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡൻ ഡയമണ്ട്സ്, MG റോഡ്, തൃശൂർ, നിയർ ബസ് സ്റ്റാൻഡ്, തൃപ്രയാർ. KPCC ജനറൽ സെക്രട്ടറി ജോസ് വെള്ളൂരിനെതിരെ ഒളിയമ്പുമായി നാട്ടിക മണ്ഡലം UDF സ്ഥാനാർത്ഥി സുനിൽ ലാലൂരിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. CC മുകുന്ദന്റെ BJP മനസ്സ് മനസ്സിലാക്കാതെ ഡൽഹിയിൽ കൊണ്ടുപോയി കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച നേതാക്കൾക്ക് ജനം തെരഞ്ഞെടുപ്പിലൂടെ മറുപടി നൽകുമെന്ന് സുനിൽ ലാലൂർ. ദേശക്കാരുടെയും പൂരപ്രേമികളുടെയും ആവേശം വാനോളം ഉയർത്തി തൃശൂർ പൂരത്തിനായുള്ള തിരുവമ്പാടി വിഭാഗത്തിന്റെ പന്തലുകളുടെ കാൽനാട്ട് നടന്നു. തൃശൂർ പൂരത്തിന് ഈ മാസം 20-ാം തീയതി കൊടിയേറും. തൃശൂർ വടക്കേ ബസ് സ്റ്റാൻഡിൽ ബസ് കണ്ടക്ടർക്ക് നേരെ തോക്കു ചൂണ്ടിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. നെല്ലുവായി ഇരുമപ്പെട്ടി റൂട്ടിലോടുന്ന പുഷ്പക് ബസ്സിലെ കണ്ടക്ടർക്ക് നേരെയാണ് തോക്കു ചൂണ്ടിയത്. വലിയക്കര മടവാക്കരയിൽ കൊച്ചിൻ സേലം പാചകവാതക പൈപ്പ് ലൈനിലുണ്ടായ ചോർച്ച പരിഹരിച്ചു. പാചകവാതക വിതരണം പുനരാരംഭിച്ചു. വിഖ്യാത പിന്നണി ഗായിക ആശാ ഭോസ്ലെ അന്തരിച്ചു. വിടവാങ്ങിയത് ഇന്ത്യൻ സംഗീത ലോകത്തെ അതുല്യ പ്രതിഭ. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.